തിരൂർ ആലത്തിയൂരിൽ യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണിന്റെ ലോക്ക് നമ്പരും തട്ടിയെടുക്കുകയും പിന്നീട് സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമം വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രണ്ടു പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ സുഹൃത്തിനെ അന്വേഷിച്ചെത്തിയാണ് പ്രതികൾ യുവാവിന്റെ ഫോൺ തട്ടിപ്പറിച്ചതും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതും. സംഭവത്തിൽ താനൂർ കോർമൻ കടപ്പുറം സ്വദേശി സാദിഖ്, പട്ടരുപറമ്പ് സ്വദേശി ഫാസിൽ എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സാദിഖിനെ തിരൂരിലെ ലോഡ്ജിൽ നിന്നും ഫാസിലിനെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. ജൂലൈ 10 കേസിനാസ്പദമായ സംഭവം. ആലത്തിയൂരിലെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിന്റെ അടുത്ത് സുഹൃത്തിനെ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാണ് പ്രതികൾ എത്തിയത്. സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ തോക്ക് ചൂണ്ടി മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ലോക്ക് നമ്പർ ഭീഷണിപ്പെടുത്തി ചോദിച്ചു വാങ്ങുകയും ചെയ്തു. പോലീസിനെ അറിയിച്ചാൽ പണി തരുമെന്നുകൂടി പറഞ്ഞ് ഫോണുമായി പോയ പ്രതികൾ പിന്നീട് ഫോണിലെ സ്വകാര്യ ചിത്രങ്ങൾ യുവാവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇൻസ്റ്റഗ്രാം വഴി അയച്ചു കൊടുക്കുകയാണുണ്ടായത്. അറസ്റ്റിലായ സാദിഖ് മലപ്പുറം ജില്ലയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ പ്രതിയാണ്. തിരൂർ CI അനിൽകുമാർ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ SI-മാരായ സുജിത്ത്, നസീർ തിരൂർക്കാട്, ASI സനോജ്, SCPO-മാരായ ഇന്ദ്രജിത്ത്, ഷമിത് ലാൽ, CPO-മാരായ ടോണി, അനന്തു, ഷിൻസൺ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ വലയിലാക്കിയത്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ചാനൽ ന്യൂസ്, തിരൂർ. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.